സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. റൗത്തർ ഗെയിംസിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ് സെൻട്രലീന എന്താ കെലർ എന്ന് പറഞ്ഞ ഗെയിമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കെലറാണ് എടുത്തത്. നമ്മൾ കളിക്കാൻ പോകുന്നത് കുറച്ച് മീഡിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരുമാതിരി ഗെയിമാണ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ഐശ്വര്യം നമുക്ക് ഫസ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പാർട്ടായിട്ടാണ് നമ്മൾ ഇടുക. ഇത് നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. 8 ബുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നോക്കി തപ്പി കുറേ, അപ്പോൾ ബുക്കൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസിനെ നിങ്ങൾ സബ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വാതിലൊന്നും കാണില്ല ഗൈസ്. ഈ ഗെയിം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ ഗ്രാനി തള്ളച്ചീൻ്റെ മകളെ ഗെയിമാണ് നമ്മൾ കളിക്കുന്നത്, അറിയാമല്ലോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2 പാർട്ടാണ് ഇടുക, നമ്മൾ വീണ്ടും പറയുകയാണ്. അപ്പോൾ നമുക്ക് 8 ബുക്കാണ്. ദ ഡോർ ഈസ് ലോക്ക്ഡാണ്. അപ്പോൾ 8 ബുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് എസ്കേപ്പ് ആക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ 2ാമത്തെ ബുക്ക് കിട്ടിയിട്ടുണ്ട്. എസ്കേപ്പ് ആകാൻ പറ്റില്ല. എന്ത് പറ്റി അറിയില്ല ഗൈസ്. നമ്മൾ കുറേ വഴി കൂടെ പോയി എത്തിയോടെ തന്നെ വീണ്ടും എത്താണ് ഗൈസ്. ഒരുപോലത്തെ വഴി ആയതുകൊണ്ട്. അപ്പോൾ ഇതൊരുമാതിരി ഡോർ ഈസ് ലോക്ക്ഡാണ്. അപ്പോൾ റൂമൊക്കെ ചോരയിൽ വലിയൊരു സാധനം. ഈ ഗ്രാനി തള്ളച്ചീൻ്റെ മകള് 8 കാല് പ്രത്യക്ഷപ്പെട്ടു ഗൈസ്. പെട്ടെന്ന് ഇരുട്ടത്തു നിന്ന് വന്നപ്പോഴേ ആ സൈഡിലേക്ക് നിന്നാൽ മതി, എന്നാൽ വലിയ കുഴപ്പമില്ല. പെട്ടെന്ന് കണ്ടോ സെൻട്രലീന അവിടെ ഒന്ന് ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നോക്കി നിന്നാൽ നമ്മൾ മരിക്കും, അതാണ് കുഴപ്പം. അപ്പോൾ നിങ്ങൾ എവിടെ വെക്കുക അറിയാൻ പറ്റില്ല. ഇങ്ങനെ താക്കോലൊക്കെ ഉണ്ടാവും ഈ മുക്കിലും മൂലയിലൊക്കെ. അപ്പോൾ ഓരോ റൂമും ഇങ്ങനെ കയറി പരിശോധിക്കുകയാണ് ഗൈസ്. ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവും ഇങ്ങനെ ഒരു ചുമരൊക്കെ എടുത്തും. അപ്പോൾ ദേഷ്യം വരും. ഒരു താക്കോല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 3ാമത്തെ ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോഡ് ടു 15 സബ്ബാണ്. അപ്പോൾ 4ാമത്തെ ബുക്ക് നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്ര പറയാനുള്ളൂ. ഒക്കെ നിങ്ങൾ ചെയ്യുക ഗൈസ്. ഓക്കെ, സബ് ചെയ്ത് കാണുക ഗൈസ്. ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്. ഓക്കെ, ഇത് ഒരുമാതിരി ഗെയിമാണ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എത്തിയോടെ തന്നെ എത്തും, അതാണ് ഇപ്പം. അപ്പോൾ ആ കീ കൊണ്ട് നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ആ റൂം തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ കീ ഇട്ട് കണ്ടോ, ചോരയിലെ കുളിച്ചാണ്. ചോര കയറ്റുള്ള ഇതാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ ഏത് ഗെയിം കളിക്കണം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ കീ യൂസ് ചെയ്ത് നമുക്ക് ഒരു ഇത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കീ യൂസ് ചെയ്ത് നമ്മളൊരു ഡോർ തുറന്നിട്ടുണ്ട്. അപ്പോൾ ആ തള്ളച്ചീൻ്റെ മകൾ മുന്നിൽ കൂടെ പോയി. ഇവിടെ ഒരു അലമാരൊക്കെ ഉണ്ട്, തുറന്നൊക്കെ നോക്കി. അതിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല. നമ്മൾ റൂമിൽ മുക്കും മൂലൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചണ കീ ഉണ്ടോ ബുക്ക് ഉണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ നോക്കുകയാണ് കേസ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആണല്ലോ, ഒന്ന് സബ് ചെയ്തിട്ട് കാണാം. ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാം. അപ്പോൾ ദ റൂം ഈസ് ലോക്കഡാണ്. ഇത് ലോക്കഡാണ് കേസ്. അപ്പോൾ ഇതിനുള്ള കീ ആവണ്ട. ഈ തള്ളച്ചീൻ്റെ മകൾ കേസ് പിന്നെ വന്നു. ഒരുമാതിരിയാണ് കേസ്. പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. എത്തിയോടെ തന്നെ എത്തുമ്പോൾ അതാണ് പ്രശ്നം. ഒരുമാതിരി ഇതാണ് കേസ്. അപ്പോൾ നമുക്ക് 5 ബുക്ക് കിട്ടിയിട്ടുണ്ട് കേസ്. 5 ബുക്ക്. ഇനി 3 ബുക്ക് മതി കേസ്. 3 ബുക്ക്. അപ്പോൾ തേങ്ങയാണെങ്കിൽ കിട്ടണില്ല. നമ്മൾ ഇതൊക്കെ തുറന്നതാണ് കേസ്, അതാണ് കുഴപ്പം. അപ്പോൾ ഞാൻ അടുത്ത ഡോർ തുറന്നു നോക്കുക കേസ്. അപ്പോൾ ഇതിലെന്തായാലും കിട്ടും. വേണ്ടി തള്ളച്ചി ഞാൻ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലായി സെൻട്രലീനൻ്റെ തള്ളച്ചീൻ്റെ മകളെ മുന്നിക്കാവുകയാണോ, ഒളിഞ്ഞ് നോക്കണുണ്ടോ. തള്ളച്ചീൻ്റെ മകളും കണക്കാ, തള്ളച്ചിയും കണക്ക് കേസ്. ഒരുമാതിരി തന്നെയാണ്. അപ്പോൾ പിന്നെ ആ തള്ളച്ചീൻ്റെ മകള് സൈഡിലൊന്ന് നിന്നു. അപ്പം നമുക്ക് ഒരു കീ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് 6 ബുക്ക് കിട്ടിയിട്ടുണ്ട്. 6 ബുക്ക്, 2 ബുക്ക് മതി. 2 ബുക്ക്. എത്തിയോടെ തന്നെ എത്തുമ്പോഴാണ് പ്രശ്നം ഗൈസ്. ഒരുമാതിരി ഇതിലൂടെ ഒന്ന് പോയി നോക്കുകയാണ് ഗൈസ്. ഓ ഗൈസ്, ആ
തള്ളച്ചീൻ്റെ മകള് എട്ടുകാലിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പിന്നെ എന്നെ കൊന്നിട്ടുണ്ട്. ഒന്ന് മയങ്ങിയിട്ടുണ്ട് കേസ്. പിന്നെ നമ്മൾ നീച്ചു. അപ്പോൾ ഈ റൂം നമ്മൾ ഈ തള്ളച്ചീൻ്റെ മകൾ പിന്നെ മുന്നിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ റൂം തുറന്നപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കീയും ഒരു ബുക്കും കിട്ടിയിട്ടുണ്ട് കേസ്. അപ്പോൾ 7 ബുക്ക് കിട്ടിയിട്ട് കേസ്. 7 ബുക്ക് എന്താ അറിയില്ല കേസ്. ഇന്നെന്തൊരു ഭാഗ്യമുള്ള ദിവസമാണ് അറിയില്ല കേസ്. അപ്പോൾ വോയിസ് ഇവിടെ നമ്മളെ തള്ളച്ചീൻ്റെ മകളെ നിസ്കരിക്കുകയാണ് തോന്നുന്നത് കേസ്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് മുന്നിലേക്ക് വന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു തല തൊള്ളയും തൊള്ളയും പൊളിച്ചു പോയി പലമരം തുറന്നപ്പോൾ. അപ്പോൾ ഇത് ഓവറേറ്റ് ആയിട്ടുള്ള GPS-ൻ്റെ ഒരു ഇതിൻ്റെയാണ് സംഭവം. അപ്പോൾ ഇതാണെങ്കിൽ ബുക്കും കാണുന്നില്ല കേസ്. ഒരു കീയും തന്നാണ് നമ്മളതിൽ. ഗണേശ് നമ്മൾ നോക്കി കൊടുത്ത് തന്നെ വീണ്ടും വീണ്ടും നോക്കണം. അതാണ് ഈ തള്ളച്ചീൻ്റെ മകള് പിന്നെയും മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഒരുമാതിരി അവസ്ഥ കേസ്. നമ്മളങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണം. ഇങ്ങനെ പോയി ഇങ്ങനെ എത്തുമ്പോൾ കേസ് ഉണ്ടാവും ഇതേപോലെ ചുമരിൻ്റെ അവസാനം ഉണ്ടാവും. അതട് കാണുമ്പോഴാണ് കേസ് സത്യം പറഞ്ഞ ദേഷ്യം വരും. അപ്പോൾ അത് കാണാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എങ്ങോട്ടാ പോകണമെന്നൊന്നും നിശ്ചയില്ല. അങ്ങനെ പോവുക തന്നെ. 7 ബുക്കും കിട്ടിഞ്ഞ് ഒറ്റ ബുക്ക് മതി കേസ്. അത് എനിക്ക് തോന്നണത് നമ്മൾ കുറേ നമ്മൾ എത്തിയിട്ടുണ്ട് കേസ്. ഇതിവിടെ തുറന്നിട്ടുണ്ട് കേസ്. അപ്പോൾ ഈ യൂസ് ചെയ്ത് ഇവിടെ തുറന്നിട്ടുണ്ട്. ഇവിടെ ഒരു തേങ്ങ ഇല്ല കേസ്. എന്തൊരു പണ്ടാരമാണ് തള്ളച്ചീൻ്റെ മകൾ പിന്നെ വന്ന് പഠിപ്പിച്ച് പോയി. ഒരുമാതിരി ഇതന്നെയാണ് കേസ്. 8 ബുക്കിട്ട് ഇവിടുന്ന് എക്സിറ്റ് ആവായിരുന്നു. എങ്ങോട്ടാ പോകുക ചിലപ്പോൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പോയി നോക്കുകയാണ് കേസ്. എത്താന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ കുറേ ഷോക്കേസുള്ള റൂമിൽ നിന്ന് ഇതെടുത്തിന് ബുക്ക് എടുക്കുന്നില്ല. അതേപോലെ ഒരു സ്ഥലം കൂടി ഉണ്ട് എനിക്ക് തോന്നണ കേസ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. ഈ 8 ബുക്ക് കിട്ടിയാൽ പിന്നെ എക്സിറ്റിൻ്റെ ഡോറാണ് അങ്ങോട്ട് എത്തൂല. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ വലിഞ്ഞുകൊണ്ട് കാണും. ഇതിൻ്റെ അവസാനം ചുമര് വരികയാണ് കേസ്. അതാണ് കുഴപ്പം. നമ്മൾ ചുമരിനെ ഒഴിവാക്കാൻ പാടില്ല. ചിലപ്പോൾ ആ ചുമരിൻ്റെ അടുത്ത് ചിലപ്പോൾ ബുക്ക് കൊണ്ടുവച്ചിട്ടുണ്ടാവും. നമ്മൾ പകുതിക്ക് കാണും. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോരും. അപ്പോൾ നമുക്ക് ബുക്ക് മിസ്സാവും. അപ്പോൾ എല്ലാ ബുക്കും മൂലം നോക്കുന്നുണ്ട്. തള്ളച്ചൻ്റെ മകൾ ചുമരിൻ്റെ സൈഡിൽ വന്നിങ്ങനെ നിന്നിട്ടുണ്ട് ഡോറിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ തന്നെയാണ് കേസ്. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. ഒരുമാതിരി ഇതാണ് കേസ്. നിങ്ങൾ ഇതുവരെയായിട്ട് വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിച്ചില്ല, ഒന്ന് ലൈക്ക് അടിക്കുക കേസ്. ഓക്കെ, ലൈക്ക് അടിച്ചിട്ട് കാണുക. അപ്പോൾ മാക്സിമം നമ്മളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേസ്. ഓക്കെ, ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കി പവറാക്കുക കേസ്. സപ്പോർട്ടന്മാരാക്കുക കേസ്. ഓക്കെ, സപ്പോർട്ടന്മാരല്ല, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. ഒരുമാതിരി സ്ഥലമാണ് കേസ്. ഒക്കെ ഒരേപോലെ തന്നെയാണ്. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഒരൊറ്റ ബുക്കും കൂടി ഒരൊറ്റ ബുക്ക്. ആ കീ നമ്മൾ യൂസ് ചെയ്തു. നമ്മൾ പിന്നെ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് കേസ്. പിന്നെ നമ്മൾ ഇവിടെ തന്നെ നോക്കണം. ഇവിടെ എവിടെയെങ്കിലും കീ എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണ് കേസ്. ഈ തള്ളച്ചീൻ്റെ മകൾ അവിടെ സൈഡിലൊക്കെ ഉണ്ട്. നമ്മൾ നോക്കുന്നുണ്ട്. ഇവിടെ എവിടെയും കാണുന്നില്ല കേസ്. അപ്പോൾ ഈ എക്സിറ്റ് പോകായിരുന്നു. യു ഫസ്റ്റ് നീഡ് ടു എന്തോ പറഞ്ഞിട്ടെന്ന് കാണിച്ചു. എത്തേങ്ങനെ ഇവിടെ ഒന്നും കാണില്ല കേസ്. ഒരുമാതിരി അവസ്ഥ. ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ ഒന്നും കാണുന്നില്ല. അതാണ് കുഴപ്പം. നമ്മൾ എത്തിയോടെ തന്നെ വീണ്ടും എത്തണം. അതാണ് ദേഷ്യം വരും കേസ്. സീല ഞങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മളെന്തും ചെയ്യും കേസ്. ഓക്കെ, ചുമര് പിന്നെ എത്തി. ഇതാണ് കേസ് ദേഷ്യം വരുന്നത്. ഒരുമാതിരി തേങ്ങല എത്തിയോടെ തന്നെ വീണ്ടും എത്തി. ഉണ്ട് നമ്മൾ. ഇവിടെ ഒന്നുണ്ട്. ഇത് ഡോറീസ് ലോക്കറാണ്. അപ്പോൾ ഇത് ലോക്കറാണ്. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കീ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കീയും കൂടി ആവശ്യമുണ്ട്. ആ കീ എവിടെയാണെന്ന് അറിയാത്തത്. നമ്മൾ ആ കീയാണ് തപ്പേണ്ടത് കേസ്. ഈ തള്ളച്ചിൻ്റെ മകൾ അവിടെ വന്നിട്ടുണ്ട് കേസ്.
ഇവളെ കൊണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നതാണ്. നമ്മുടെ ചുമരായിരുന്നു. അവിടെ അല്ലേന്ന് കേസ് ചുമരി, ഇവിടെ ആയിരുന്നു കേസ് ചുമരി. പൊട്ടത്തരം കാട്ടി ഗായ്സ്, പൊട്ടത്തരം കാട്ടി. ഒരുമാതിരി തേങ്ങേലെ ഇതായിരുന്നു കേസ്. ഒരുമാതിരി തന്നെ കേസ്. എത്തിയ റൂമിൽ തന്നെ കേസ് ഇവിടെ ഒരു താക്കോൽ ഇട്ടിട്ടുണ്ട്. ഇനി ആ റൂം എവിടാണാവുക കേസ്, എവിടെയാണാവും. തള്ളച്ചിൻ്റെ മകള് പിന്നെ വന്നിട്ടുണ്ട്. സ്ക്രീനും ഇവിടെ അടുത്തേക്ക് നീങ്ങാണ്, അതാണ് കുഴപ്പം. പെണ്ണുമ്പുള്ളൻ്റെ അടുത്തേക്ക് നീങ്ങാണ് കേസ്. ഈ ഒരു ഭാഗത്തോടെയായിട്ടാണ് നമ്മൾ കണ്ടത് കേസ്. പോയി നോക്കാണ്, ഒന്നും കാണില്ല കേസ്. ഇവിടെ എവിടെയായിട്ടാണ് ഉണ്ടായത്. ഇവിടെ കണ്ട ഒരു ഇതുണ്ട് കേസ്. ഇല്ല കേസ്, നമ്മൾ പിന്നെ എക്സിറ്റിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇതേപോലെ 8 ബുക്ക് കിട്ടിയിട്ട് എത്തിയിട്ടൊരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ തേങ്ങയിൽ ഇനിയിപ്പോൾ അവിടെ പോയി ഇങ്ങോട്ട് വരുമ്പോൾ കാണില്ല കേസ്. എക്സിറ്റ് നമ്മൾ കുറേ തപ്പും കാണില്ല. ഒരുമാതിരി അവസ്ഥ കേസ്, ഒരുമാതിരി അവസ്ഥ. എവിടെയാണ് ആ ഡോറ് കേസ്. ആ ഡോറ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ബുക്ക് ഉണ്ടാവുക സാധ്യതയുണ്ട്. എത്തോടത്തിന് എത്താണ് കേസ്. ഇവിടെ ഇങ്ങനെ പോയി നോക്കാണ്. പണ്ടാനം പിടിക്കാൻ ഇവിടെ ഇങ്ങോട്ട് വഴിയില്ല. അവിടെ ഒരു അലമാര കൊണ്ടുവച്ചു. അപ്പോൾ ഇത് പേടിക്കാണ്ട് വെച്ചാൽ പേടിക്കാനൊക്കെ അത്യാവശ്യം ഉണ്ട് കേസ്. ഈ പെട്ടെന്നത് വരും. അപ്പം എന്നെ നോക്കി നിന്നാൽ നമ്മൾ മരിക്കും, അതാണ് സംഭവം. ഒരുമാതിരി ഗെയിമും കാര്യങ്ങളാണ് കേസ്. എന്ത് തേങ്ങയാണ് ആ റൂം, എവിടെയാണ് കേസ് കൊണ്ടുപോല്. ഇത് കൂടെ നമ്മൾ വന്നാണ് കേസ്. ഇനി ഇവിടെ നോക്കണത് ആ തള്ളച്ചിൻ്റെ മകളെ പണിയാണ്. ആ ബക്കറ്റ് പോലത്തെ സാധനം ഉന്തിയിട്ട്, ബക്കറ്റാണ് കേസ്, ബക്കറ്റ് പോലത്തെ അല്ല, ബക്കറ്റാണ്. അപ്പോൾ അവിടെയൊക്കെ നോക്കി അവിടെ ഒന്നും കാണാനില്ല. ആ സ്ഥലത്തു നിന്ന് നമുക്ക്, ഞാൻ ആ സ്ഥലമാണ് പറഞ്ഞത്, ഈ തള്ളച്ചിൻ്റെ മകൾ കേസ് മുന്നേക്ക് പിന്നെ വന്നു. അതേപോലത്തെ ഒരു സ്ഥലം കൂടി അതുപോലെ തോന്നിയിരുന്നു. അങ്ങനെ ഒരു സ്ഥലമല്ല കേസ്. ഓക്കെ, ഒരുമാതിരി തന്നെയാണ് കേസ്. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയില്ല കേസ്. വെക്കേഷനൊക്കെ ആയിട്ട് എന്താ പരിപാടി? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഈ തള്ളച്ചിൻ്റെ മകൾ പിന്നെയും മുന്നേക്ക് വരികയാണ് കേസ്. ഒരുമാതിരി തള്ളച്ചിൻ്റെ മകൾ അവളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേസ്. എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല. കേസ് ആ ഡോർ നമ്മൾ കണ്ടു കേസ്. ഫൈനലി നമുക്ക് ആ ബുക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എസ്കേപ്പാണ് കേസ്. എക്സിറ്റ് ഡോർ എവിടെയാണ് തപ്പണം. ഇനി അതാണ് നമ്മളെ ചലഞ്ച്. നമ്മളെ വലിയ ഒരു ഇത് അതാണ് കേസ്. ഇനി അതും തപ്പി ഇങ്ങനെ നടക്കണം കേസ്, അതാണ് കുഴപ്പം. ഒരുമാതിരി തന്നെയാണ് കേസ്. ഇതാണ് കേസ് ഞാൻ പറഞ്ഞത്. 8 ബുക്കും കിട്ടി നമ്മളിങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കണം. എത്തിയോടെ തന്നെ എത്തും. നമുക്ക് സെല്ലഡ് കിട്ടില്ല. മിക്കവാറും ഇതിൻ്റെ പാർട്ട് 2 ഇറക്കേണ്ടി വരും കേസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് പാർട്ട് 2 നിങ്ങൾ കളിച്ചതാക്കിക്കൂടെ. അപ്പോൾ ഇത് ഒന്നാമത് ഓവർ ഹീറ്റ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾ കണ്ടില്ലേ കേസ്. നല്ല ചൂടായിട്ടുണ്ടാവും. ചൂടത്ത് ഇന്നിങ്ങനെ കളിച്ചിട്ടേ കേസ്. ഓക്കെ, നല്ല ചൂടാണല്ലോ. അപ്പോൾ ഓവർ ഹീറ്റായിട്ട് ഒരു 14 മിനിറ്റ് ആയപ്പോഴേ ഒടുക്കത്തെ ലാഗ് കേസ്, ഒടുക്കത്തെ ലാഗ്. അതുകൊണ്ട് ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്തത്. ഒരുമാതിരി ഇതാണ് കേസ്, ഒടുക്കത്തെ ലാഗ്. സ്പീഡ് വൈൻഡപ്പ് ചെയ്യില്ല കേസ്. വൈൻഡപ്പ് ചെയ്താലോ? നമ്മൾ തപ്പിയിട്ടാണ് കാണുന്നില്ല പണ്ടാരം പിടിക്കാൻ. ഈ റൂമിൽ ഇവിടെ ഇവിടെ ഇട്ട് ഇതിൽ കൂടെ അങ്ങനെ പോയാൽ എക്സിറ്റിലേക്ക് എത്തും. ഇവിടെ ഡോർ കാണില്ല കേസ്. കാരണം ഞാൻ പറഞ്ഞില്ല കേസ്, രണ്ടാമത്തെ ഡോർ 8ൻ്റെ മെസ്സേജ് പിന്നെ വന്നു. നമ്മൾ വീട് വൈൻഡപ്പ് ചെയ്യാൻ പോട്ടെ കേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേസ്. അപ്പോൾ ഒരു കിടക്കാച്ചി ഇവിടെയിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും കേസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും
ഓക്കെ ബൈ.